ഹലോ, എല്ലാവർക്കും ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ കഥയിലെ വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ജാനകി അമ്മയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ് ജാനകി. അങ്ങനെ ഒരു ദിവസം അന്വേഷിച്ചു പോയി മടങ്ങി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് അറിയുന്നത് മുത്തശ്ശിയെ അപർണ വൃദ്ധസദനത്തിലേക്ക് ആക്കിയിരിക്കുകയാണെന്ന്. അത് കേട്ട് ജാനകി ഞെട്ടിത്തരിക്കുന്നുണ്ട്. എന്തൊരു കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തിയാണ് അവൾ കാണിച്ചത് എന്നും പറഞ്ഞ് അപ്പോൾ തന്നെ മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടുവരാനായി പോകുന്നുണ്ട്. അപ്പോൾ നിരഞ്ജന ഓടി വന്ന് ജാനകിയെ തടയുന്നുണ്ട്. എന്നിട്ട് നിരഞ്ജന പറയുന്നുണ്ട്, ചേച്ചി എത്രയായാലും ഇപ്പോൾ പോകേണ്ട. ചേച്ചി എന്തിനാ ഇങ്ങനെ വെപ്രാളം കൊള്ളുന്നത്? അപർണ ചെയ്തത് തെറ്റു തന്നെയാണ്, എങ്കിലും അത് അവർ അർഹിക്കുന്നു. ചേച്ചിയെ എപ്പോഴും കുത്തിനോവിച്ചു കൊണ്ടിരുന്നവരല്ലേ അവർ. കുറച്ച് ദിവസം അവർ അവിടെ കിടക്കട്ടെ, സ്വഭാവത്തിലൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാകട്ടെ. അതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും അഭിയേട്ടൻ വരട്ടെ. അഭിയേട്ടൻ വന്ന് എന്ത് തീരുമാനം എടുക്കുന്നോ അതുപോലെ ചെയ്യാം. അവസാനം ജാനകി എന്നാൽ അങ്ങനെ ചെയ്യാമല്ലേ എന്ന് പറയുന്നുണ്ട്. അതേ ചേച്ചി, അതാ നല്ലത്. പിന്നെ അഭി വന്നപ്പോൾ ജാനകി പറയുന്നുണ്ട്, അപർണ മുത്തശ്ശിയെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയത് എത്രയായാലും അഭിയേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയല്ലേ അവർ. അച്ഛൻ്റെ ആത്മാവ് സഹിക്കുമോ? അപ്പോൾ അഭി പറയുന്നുണ്ട്, അച്ഛൻ ചെയ്യാൻ ആഗ്രഹിച്ചത് അവൾ ചെയ്തു. അച്ഛൻ്റെ മരണത്തിന് പോലും കാരണക്കാരി അവരാണ്. ഏതായാലും നിന്റെ അമ്മയെ കണ്ടുപിടിക്കുന്നത് വരെ നമ്മൾ നല്ല തിരക്കിലാണ്. അതുവരെ മുത്തശ്ശി അവിടെ തന്നെ നിൽക്കട്ടെ. ദുഷ്ടത നിറഞ്ഞ ആ സ്വഭാവമൊക്കെ ഒന്ന് മാറാനുള്ള ഒരു അവസരം കൊടുക്കാം. പിന്നെ ജാനകി നളിനിയെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നളിനി, നീ മുത്തശ്ശിയുടെ കാര്യം നന്നായി നോക്കണം. ഇവിടെ കുറച്ച് തിരക്കുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മുത്തശ്ശിയെ ഇങ്ങ് കൂട്ടിക്കൊള്ളാം. ഞങ്ങളൊന്നും ഇവിടെ ഇല്ലാത്ത നേരത്തിൽ അപർണ കാണിച്ച പണിയാ ഇത്. അപ്പോൾ നളിനി പറയുന്നുണ്ട്, അതിനൊരു തെറ്റുമില്ല. ബന്ധങ്ങളുടെ വില എന്താണെന്ന് അവർ മനസ്സിലാക്കട്ടെ. അതിന് പറ്റിയ സ്ഥലത്ത് തന്നെയാണ് അവർ എത്തിയത്. അവർ കുഞ്ഞിനെ എത്രമാത്രം അധിക്ഷേപിച്ചതാ. അനാഥ, ആരുമില്ലാത്തവൾ എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ടെന്തായി? അവസാന കാലത്ത് ആ വിധി തന്നെയല്ലേ ദൈവം അവർക്ക് കൊടുത്തത്. സ്വർഗവും നരകവും ഒക്കെ ഭൂമിയിൽ തന്നെയാണെന്ന് പറയുന്നത് സത്യമാ കുഞ്ഞെ. അവനവൻ ചെയ്യുന്നതിൻ്റെ ശിക്ഷ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കാതെ പോകില്ല. പണവും സ്വാധീനവും ആരോഗ്യവും ഉള്ളപ്പോൾ നാളെ എനിക്കൊന്നും വരില്ല എന്ന് തോന്നി നമ്മളൊക്കെ അഹങ്കരിക്കും. നാളെ എന്താണ് ഇരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ കയ്യിലല്ലേ. ദൈവത്തിന് മാത്രമല്ലേ അതൊക്കെ അറിയുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നളിനി. പിന്നെ ജാനകി പറയുന്നുണ്ട്, മുത്തശ്ശിയെ നീ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണേ. ഇൻസുലിൻ ഒക്കെ വയ്ക്കുന്നതല്ലേ. അപ്പോൾ നളിനി പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ എല്ലാവരോടും സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ആ പരിഗണന അവർക്കും കിട്ടും. പിന്നെ എല്ലാം അവരുടെ സ്വഭാവം പോലെ ഇരിക്കും എന്നും പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. പിന്നെ അമലിനും മുത്തശ്ശിയെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയതിന് അപർണയോട് ദേഷ്യമൊന്നുമില്ല. ആ കാര്യത്തിൽ അമൽ അപർണയുടെ പക്ഷം തന്നെയാണ്. ആ വീട്ടിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കാരണം മുത്തശ്ശിയാണ്. അതുകൊണ്ട് തന്നെ അമലിന് മുത്തശ്ശിയോട് വെറുപ്പാണ്. മുത്തശ്ശിയോട് മാത്രമല്ല, മരണാസന്നനായി കിടക്കുന്ന സമയത്ത് പോലും സ്വന്തം പിതാവിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതിരുന്ന അമ്മ പ്രഭാവതിയോടും ചെറിയൊരു അമർഷമുണ്ട് അമലിന്. അത് അമൽ അമ്മയോട് തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജാനകിയും നിരഞ്ജനയും ചേർന്ന് ജാനകിയുടെ അമ്മയെ തേടി ഒരു അനാഥാലയത്തിൽ പോകുന്നുണ്ട്. പക്ഷേ അവിടെയും ജാനകിക്ക് അമ്മയെ കണ്ടെത്താനായില്ല. അങ്ങനെ നിരാശയോടെ മടങ്ങി വരുമ്പോൾ നിരഞ്ജന ഒരു സംശയം ജാനകിയോട് ചോദിക്കുന്നുണ്ട്. അജയുടെ കാര്യമാണ് നിരഞ്ജനയ്ക്ക് ജാനകിയോട് ചോദിക്കാനുണ്ടായിരുന്നത്. ഏട്ടത്തി, അജയിന് ബാംഗ്ലൂരിലുള്ള ഏതോ ഒരു പെണ്ണുമായി ബന്ധമുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഏട്ടത്തിക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ജാനകി എന്താ പറയേണ്ടത് എന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നോട് കള്ളത്തരം പറയാൻ എനിക്ക് കഴിയില്ല. ഇതിനെപ്പറ്റി നേരത്തെ അമൃത എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അത് സത്യമാണോ എന്നതിന് നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, അഥവാ അജയ്ക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ നിരഞ്ജന എന്താ ചെയ്യാൻ പോകുന്നത്? നെഞ്ചുറപ്പോടെ അതിനെ നേരിടാനുള്ള ധൈര്യം നിനക്കുണ്ടോ? നിന്നെ ഒരു ദുർബലയായ പെണ്ണായി മറ്റുള്ളവർ കരുതുന്നതിൽ എന്താണ് തെറ്റുള്ളത്? 2 പ്രാവശ്യമാണ് നീ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ജനിക്കുന്നതും മരിക്കുന്നതും തനിച്ചല്ലേ. ആരെങ്കിലും നമുക്ക് കൂടെ വരികയോ കൂടെ പോവുകയോ ചെയ്യുന്നുണ്ടോ? പിന്നെ എന്തിന് നീ മറ്റൊരാൾക്ക് വേണ്ടി നിന്റെ ജീവിതം ബലികഴിക്കുന്നത്? ഒരു ജീവൻ്റെ വില പോലും നിനക്കറിയില്ല. എവിടെയോ എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന വിശ്വാസത്തിൽ ഞാൻ ഓടി നടക്കുന്നു. അഭിയേട്ടനെ പോലും ഒഴിവാക്കി ഈ യാത്ര എൻ്റേത് മാത്രമാക്കി
മാറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നീ സ്വന്തം ജീവന് വില കൽപ്പിക്കുന്നില്ല. നിന്നെ ഓർത്ത് സ്വപ്നങ്ങൾ കാണുന്ന അച്ഛനമ്മമാരെ ഓർക്കുന്നില്ല. നീ തിരഞ്ഞെടുക്കുന്ന വഴി മരണമാണ്. എൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം മാത്രമാണ് എനിക്ക് ഈ അന്വേഷണത്തിന് ഊർജ്ജം നൽകുന്നത്. ചെന്ന് കാണുന്ന ഓരോ മുഖങ്ങളിലും നോക്കി ഏട്ടത്തി പിടയുന്ന മനസ്സുമായി നിൽക്കുന്നത് നീ കാണുന്നില്ലേ? നീ മനസ്സിലാക്കാൻ വൈകിപ്പോയ ഒരു സത്യമുണ്ട്. ജീവിതം നമ്മുടേത് മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് കൂടി ഉള്ളതാ. ജീവിതത്തിൻ്റെ ഒരു പങ്ക് നമ്മൾ അവർക്ക് പകുത്തു കൊടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അത് നന്ദി കേടാവും. ആ സത്യം നിനക്ക് ഉൾക്കൊള്ളാനായാൽ ആത്മഹത്യ എന്ന ചിന്ത നിൻ്റെ മനസ്സിലുണ്ടാവുകയില്ല. നീ അറിഞ്ഞത് സത്യമായാലും അല്ലെങ്കിലും തീരുമാനം നിൻ്റേതാണ്. നിൻ്റെ തീരുമാനം മറ്റുള്ളവർക്ക് കൂടി ജീവിക്കാൻ വേണ്ടിയാകണം. സ്വയം ഹോമിച്ചു കളയാനുള്ളതല്ല. എനിക്കും അജയുടെ കാര്യത്തിൽ വിശ്വാസക്കുറവുണ്ട്. നീയും ഞാനും കണ്ട ആളല്ല അജയ് ഇപ്പോൾ. നാളെ നീ അങ്ങനെ അറിഞ്ഞ കാര്യങ്ങൾ സത്യമായെന്ന് വരാം. നിന്റെ കണ്ണീര് കാണാൻ ആഗ്രഹിക്കുന്നവളാണ് അപർണ. അതുകൊണ്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും അടർന്നു വീഴരുത്. പുരുഷൻ്റെ തണലിൽ പെണ്ണിന് ഒരു ജീവിതം ഉള്ളുവെന്ന് വിശ്വസിക്കുമ്പോഴാണ് അവൾ ദുർബലയായി പോകുന്നത്. നിഴലും തണലുമാകാൻ ഒരാളെ കിട്ടിയാൽ അത് ഭാഗ്യം തന്നെയാണ്. ഇല്ലെങ്കിലും അവൾക്ക് ജീവിക്കണ്ടേ? അവൾക്കുമില്ലേ വ്യക്തിത്വം? നീ നിയമം പഠിച്ചവളല്ലേ? നിനക്ക് നിന്റെ അച്ഛൻ്റെ കീഴിൽ പ്രാക്ടീസ് തുടങ്ങിക്കൂടെ? അങ്ങനെ ആവുമ്പോൾ അനാവശ്യ ചിന്തകളിൽ നിന്നും നിനക്ക് പുറത്തു വരാനാകും. ജീവിതത്തിന് ഒരു ലക്ഷ്യബോധമുണ്ടാകും. നിന്നെ വിശ്വസിക്കാൻ ആളുകളുണ്ടാവും. അവർക്ക് ആശ്രയം നീ ആകും. അപ്പോൾ നിരഞ്ജന പറയുന്നുണ്ട്, ഏട്ടത്തി പറഞ്ഞത് എനിക്കിപ്പം മനസ്സിലായി. ഇപ്പോൾ മുതൽ ഞാനത് തീരുമാനിച്ചു ഏട്ടത്തി. ഞാനിനി പ്രാക്ടീസ് തുടങ്ങും. എൻ്റെ ഏട്ടത്തി എൻ്റെ കണ്ണ് തുറപ്പിച്ചു. പിന്നെ ജാനകി പറയുന്നുണ്ട്, നീ ഒരു കഥയില്ലാത്ത പെണ്ണാണ് എന്ന തോന്നൽ മാറ്റിക്കൊടുക്കണം. അപർണയ്ക്ക് അഹങ്കാരം കലർത്തി അപർണ തമ്പി എന്ന് പറയാമെങ്കിൽ ഒരു പടി കൂടി കയറി നിന്ന് നിനക്ക് പറയാൻ കഴിയണം, ഞാൻ അഡ്വക്കേറ്റ് നിരഞ്ജന ഉണ്ണിത്താനാണെന്ന്. ഏതായാലും ജാനകിയുടെ അഡ്വൈസ് കേട്ട് നിരഞ്ജനയ്ക്ക് നല്ലൊരു ആത്മവിശ്വാസവും ഒരു തീരുമാനത്തിലെത്താനും കഴിയുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ അപർണ നൈസായി പ്രഭാവതിയെ കൊണ്ട് അടുക്കള പണിയൊക്കെ എടുപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രഭാവതി ഒരു അടുക്കളക്കാരിയാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ അപർണ. അമ്മ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്നത് കണ്ട് അബിയും ജാനകിയും ഒക്കെ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, ഇത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എടുക്കുന്നതാ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിരഞ്ജനയാണ്. ഏതായാലും ജാനകിയുടെ ഉപദേശത്തിൽ നല്ല ബോൾഡായിട്ടുണ്ട് നിരഞ്ജന. തൻ്റെ പ്രൊഫഷനുമായി മുന്നോട്ട് പോകാനാണ് നിരഞ്ജനയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ അച്ഛനെ കണ്ട് അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് ഉണ്ണിത്താന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് അച്ഛനും മകളും ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് നിരഞ്ജന അളകാപുരിയിലേക്ക് വരുന്നതും. പിന്നെ നിരഞ്ജന അജയിൻ്റെ അലമാരയൊക്കെ തുറന്ന് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫയൽ കിട്ടുന്നുണ്ട്. അജയ് ബിസിനസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ഫയലാണത്. അതിൽ ബിസിനസ് പാർട്ട്ണറായി കാണിക്കുന്നത് ഹണി റോസിനെയാണ്. അത് കണ്ട് നിരഞ്ജന ഞെട്ടുന്നുണ്ട്. അപ്പോൾ അജയുടെ ബിസിനസ് പാർട്ട്ണർ ഹണി റോസ് ആണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവളെ കാണാനാണോ അജയ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്? എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്, ഹണി റോസ് വീട്ടിൽ വന്ന കാര്യമൊക്കെ. എന്നിട്ട് നിരഞ്ജന മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട്, നിന്നെ ഞാൻ അങ്ങനെ അവളൊപ്പം ജീവിക്കാൻ സമ്മതിക്കില്ലടാ. ഏതായാലും നിരഞ്ജനയ്ക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. ജീവൻ കൊടുത്ത് സ്നേഹിച്ചവൻ വഞ്ചിച്ചു എന്ന തോന്നൽ കുറച്ചൊക്കെ സങ്കടപ്പെടുത്തുന്നുണ്ട്. രാത്രി കിടക്കാൻ നേരം നിരഞ്ജനയും ജാനകിയും കാണുന്നുണ്ട്. ജാനകി ചോദിക്കുന്നുണ്ട്, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അപ്പോൾ നിരഞ്ജന പറയുന്നുണ്ട്, ജാനകി അടുത്തോട് എനിക്ക് ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. അജയുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന ആ സ്ത്രീ ഹണി റോസാണോ? ജാനകി ഒന്ന് ഞെട്ടുന്നുണ്ട്. നീ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ നിരഞ്ജന ഫയൽ കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഏട്ടത്തി, എന്നെ എങ്ങനെ അവന് ചതിക്കാൻ തോന്നി? 2 തവണ അവന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായവളല്ലേ? അജയ് എന്നെ ചതിക്കുകയായിരുന്നു ഏട്ടത്തി എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോൾ ജാനകിക്കും കരച്ചിൽ വരുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, നീ പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞതാണ്. അത് നിന്നോട് എങ്ങനെ പറയും എന്നുള്ള ആശങ്കയിലായിരുന്നു ഞാൻ. അതാ ഞാൻ പറയാതിരുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞതൊന്നും നീ മറക്കരുത് മോളെ. നീ ഒരു പെണ്ണാണ്, അന്തസ്സും അഭിമാനവുമുള്ള പെണ്ണ്. ആത്മാഭിമാനമുള്ള പെണ്ണ് ആരുടെ മുൻപിലും തോറ്റു കൊടുക്കരുത്. ഇല്ല ജാനകിയെടുത്ത്, ഇപ്പോൾ പഴയ നിരഞ്ജനയല്ല ഞാൻ. ജാനകിയെടുത്തിയോട് സംസാരിക്കാതിരുന്നെങ്കിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ വല്ല അവിവേകവും കാണിച്ചേനെ. പക്ഷെ ഞാനിപ്പോൾ
ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ ഏട്ടത്തി എനിക്ക് പകർന്നു തന്ന ധൈര്യത്തിൻ്റെ പിൻബലത്തിൽ തന്നെയാണ്. പിന്നെ ജാനകി നിരഞ്ജനയോട് പറയുന്നുണ്ട്, നിൻ്റെ കൂടെ ഞാനുണ്ട്, നീ ഒരു പ്രശ്നത്തിനും പോകരുത്. അജയ്ക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയാൽ പിന്നെ അവൻ ഇവിടെ നിൽക്കില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഏട്ടത്തിയോട് ആലോചിക്കാതെ നീ ഒരു കാര്യവും ചെയ്യില്ലെന്ന് എനിക്ക് വാക്ക് തരണം. എന്നിട്ട് നിരഞ്ജന വാക്ക് കൊടുക്കുന്നുണ്ട്, ഞാൻ എല്ലാം ഉള്ളിൽ അടക്കിക്കൊള്ളാം, ഏട്ടത്തിയോട് തീരുമാനിക്കാതെ ഞാനൊന്നും ചെയ്യില്ല. എന്നിട്ട് രണ്ടുപേരും കരയുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, നിൻ്റെ ജീവിതം തുടങ്ങിയിട്ടില്ല, ഇനി തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. അങ്ങനെ നീ നിൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. അങ്ങനെ ഇത് ഈ ആഴ്ചയിലെ ഫുൾ എപ്പിസോഡിൻ്റെ ഒന്ന് ചുരുക്കി പറഞ്ഞ കഥയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്